ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എല്ലാ വീട്ടമ്മമാരെ പോലെ ഉച്ചയ്ക്ക് എന്താണ് കറി ഉണ്ടാക്കുന്നതെന്നുള്ള ടെൻഷനിൽ നടന്നപ്പോഴാണ് നമ്മുടെ കോവൽ കൃഷിയിൽ നിന്നും കുറച്ച് കോവയ്ക്ക കിട്ടിയത്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് കോവൽ നന്നായിട്ട് പടർന്ന് കയറിയിട്ടുണ്ട്. ശരിക്ക് കോവയ്ക്ക പിടിച്ചിട്ടുണ്ട്. പിന്നീട് 2-3 ദിവസത്തിനുള്ളിൽ ഇത് പറിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വിളഞ്ഞു പോകും. വിളഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ചെറിയ പുളിപ്പും അതുപോലെ അത് പിന്നീട് അത് സാമ്പാറിലോ അല്ലെങ്കിൽ നമുക്ക് അവിയലിനൊക്കെ ഇടാനേ പറ്റുള്ളൂ. കോവയ്ക്ക തോരനും മെഴുക്കുവരട്ടിയും ഒക്കെ വെക്കണമെങ്കിൽ ഇതുപോലെ പിഞ്ച് കോവയ്ക്ക പോയി പറിച്ചുകൊണ്ട് വന്ന് വെക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാൻ പറിച്ചുകൊണ്ട് വന്നതിൽ പിഞ്ചും ഉണ്ട്, വിളഞ്ഞതും ഉണ്ട്. അപ്പോൾ ആ പിഞ്ച് കോവയ്ക്ക എടുത്ത് മെഴുക്കുവരട്ടിയോ അല്ലെങ്കിൽ ചെറിയൊരു തോരൻ പോലെ വെക്കാമെന്ന് കരുതി. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നീട് കോവയ്ക്ക പറിക്കാൻ പോയ ക്ഷീണത്തിൽ നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വന്ന ഉടനെ ഫ്രിഡ്ജിനകത്ത് ഇതുപോലെ തണ്ണിമത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അത് എടുത്ത് മുറിച്ച് കഴിക്കാമെന്ന് കരുതി. ജ്യൂസൊക്കെ അടിച്ച് കഴിക്കുന്നതിനേക്കാളും എനിക്കിങ്ങനെ അല്ലാതെ പീസായിട്ട് മുറിച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ ഒരു തണ്ണിമത്തങ്ങ മുറിച്ച് കഴിക്കുകയാണ്. അതിനുശേഷം പിന്നെ കോവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ പിഞ്ച് കോവയ്ക്ക നമ്മൾ സവാള ഉള്ളിയോ അല്ലെങ്കിൽ കൊച്ചുള്ളിയോ അരിഞ്ഞ് പിന്നെ തേങ്ങ തിരുമിയതും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒന്ന് ചതയ്ക്കാതെ